ഒരു ബുള്ളിഷ് പൊസിഷനാണ് ലഭിച്ചിട്ടുള്ളത് സ്റ്റോക്ക് മാർക്കറ്റിൽ. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ബെയറിഷിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറയാം. നമ്മൾ ഒരു 2 ഡേ സൈക്കിളിന്റെ കാര്യം പറഞ്ഞിരുന്നു. അതായത് ഒരു ഡേ ബുള്ളിഷ് ആണെങ്കിൽ ഒരു ഡേ ബെയറിഷ് എന്നുള്ള നിലയിലാണ് സ്റ്റോക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അത് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. അതിന് വളരെയധികം സിഗ്നിഫിക്കൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ 2 ഡേ സൈക്കിൾ അല്ല ഫോളോ ചെയ്യുന്നത്. 2 or 3 ഡേയ്സ് ബെയറിഷ് ആൻഡ് പിന്നെ ബുള്ളിഷ്, ആ രീതിയിലാണ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിപണി വളരെയധികം ബെയറിഷ് പൊസിഷനോട് പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബുള്ളിഷ് ആയതുകൊണ്ട് കാര്യമില്ല, ഓൾറെഡി ബെയറിഷ് പൊസിഷനിൽ തന്നെയാണ് അത് നിൽക്കുന്നത്. ഇനി ഇന്ന് എവിടെ വരെ പോകാൻ സാധ്യതയുണ്ടെന്ന് വെച്ചാൽ 25,000 വരെയാണ് മാക്സിമം പോവുക. അത്രയ്ക്കൊരു ഫോക്കസിക്കാനായിട്ട് സാധിക്കും. പിന്നെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ, ആ ഒരു റെസിസ്റ്റൻസ് ലെവലിലേക്ക് ഫോൾ ചെയ്യാനുള്ള ചാൻസസും കൂടി കൂടുതലാണ്. അത് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 24,400 ആണ്. അപ്പോൾ 25,000 വരെ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് മുൻപിൽ നിൽക്കാം. കൂടുതൽ സാധ്യത 24,500 നിന്ന് താഴെ പോകാനാണ്. അതായത് 24,400ന്റെ അടുത്ത് ക്ലോസ് ചെയ്യാനാണ് സാധ്യത. ക്ലോസ് ചെയ്യലല്ല, അടുത്തോട്ട് ആ ഒരു റെസിസ്റ്റൻസ് ലെവലിലേക്ക് താഴാനാണ് സാധ്യത. ചിലപ്പോൾ അത് ഇന്ന് സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ജേർണി ഫിനിഷ് ചെയ്യുന്നത് 1 or 2 ഡേയ്സിലായിരിക്കാം.